തൃശൂർ ജില്ലയിൽ തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലുമായി റവന്യൂ വകുപ്പ് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളെ ബോധവൽക്കരിച്ച് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. 2 ദിവസം തുടർച്ചയായി ഭൂചലനം അനുഭവപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുൻകരുതൽ നടപടികൾ ആരംഭിച്ചത്. നോർത്ത് വടക്കാഞ്ചേരിയാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് കണ്ടെത്തി. ഭൂകമ്പം നേരത്തെ പ്രവചിക്കാനാവില്ലെങ്കിലും ബോധവൽക്കരണത്തിലൂടെ സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. റവന്യൂ, ഫയർഫോഴ്സ്, ജിയോളജി, ആരോഗ്യം എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. താലൂക്ക് ഓപ്പറേഷൻ സെന്ററും തുടങ്ങിക്കഴിഞ്ഞു. ആശുപത്രിയും ഫയർഫോഴ്സ് വിഭാഗവും എപ്പോഴും സജ്ജമാക്കിയിരിക്കുന്ന വിധത്തിൽ തലാപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ ആശുപത്രികൾ ഒരുക്കാനും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ പൂർണ്ണസമയ സേവനം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ DOC ജില്ലാ കേന്ദ്രത്തിലുള്ള ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. ഏത് നേരത്തും ഇത് നിരീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. കേരള ലീനിയന്റിനോട് ചേർന്നാണ് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. ഭൂചലനത്തിൽ വീടുകൾ തകർന്നവർക്ക് നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി രാജൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തൃശൂർ.